നമസ്കാരം, ഞാൻ ഷംസു യാക്കൂബ്. സ്ത്രീ വിഷയത്തിൽ ഒരുപാട് ആളുകളുടെ സ്ഥാനമാനങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് പിടിച്ചുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജോൺ എഫ് കെന്നഡി, മാർലി മണ്ടലിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിൽ ക്ലിൻ്റൺ, മോണിക്ക ലെവിൻസ്കിൻ്റെ വിഷയങ്ങൾ. പിന്നെ ISRO ചെയർമാനൊക്കെ ബുദ്ധിമുട്ടിച്ചതൊക്കെ നമുക്കറിയാം. മറിയം റഷീദ, അങ്ങനെയുള്ള വിഷയങ്ങൾ. അങ്ങനെ കണക്കൂട്ടി വരുമ്പോൾ ലാസ്റ്റ് വരുന്നത് പിന്നെ സ്വപ്നയും സരിതയൊക്കെ വന്നു. ഈ സരിതനെയും ഉമ്മൻചാണ്ടിനെയും ചേർത്ത് എന്തൊക്കെ വിഷമങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയെ ദാരുണമായി കൊല ചെയ്യുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ കാറിൽ കല്ലെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചു. ഇതൊരു BJPയുടെ മന്ത്രിയെയോ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയെയോ ചെയ്താൽ മതി, മുഖ്യമന്ത്രിനെ ചെയ്യണ്ട. ഇവിടെ കേരളം കത്തുമായിരുന്നു. എന്നിട്ടും ആ നല്ല മനുഷ്യൻ, നല്ല ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ അതിനെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോയി വിജയിച്ച് മരിച്ചു പോയ ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ ഈ കാലങ്ങളായി ഈ വേണ്ടാധീനം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം നേടാൻ, ഇപ്പോൾ ഒരു കിറ്റും ഒരു പെണ്ണ് വിഷയം ഉണ്ടെങ്കിൽ അധികാരത്തിൽ കയറാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ നാട് വന്നു. ഇപ്പോൾ നാടും നാട്ടുകാർക്കും ആവശ്യം വികസനമോ അവൻ്റെ ഒരു നേരത്തെ വയറല്ല ഇപ്പോഴത്തെ പ്രശ്നം. എന്താണ് ഇവിടുത്തെ ന്യൂസ്? അത് പെണ്ണാണെങ്കിൽ നമ്മുടെ വയറ് നിറഞ്ഞു. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു ഗോളായി. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ഇന്ത്യയുടെ ഭരണ സംവിധാനം എടുത്താലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു അക്രമം വരും, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പോൾ അതിനെ മറക്കാൻ വേണ്ടി ഈ പത്രക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അത് വെച്ച് തന്നെ അടുത്ത വരണ വരെ ഉള്ള കളികളിലേക്ക് ഈ പെണ്ണ് വിഷയം. പലപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, പത്രം വായിക്കാതെ താൻ പിന്നെ ന്യൂസ് കാണാത്ത താൻ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ 1 മിനിറ്റത്തെ ന്യൂസാണ് കേൾക്കുന്നത്. ഇവരുടെ വാചാലമൊന്നും ഞാൻ കേൾക്കാറില്ല. 1 മിനിറ്റത്തെ ന്യൂസിൽ അത് ടക്ക് 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 എന്തൊക്കെ പറഞ്ഞു പോകുന്നു, അത് കേൾക്കുന്നു, പറയുന്നു. കാര്യം വേണ്ടാത്തതിലേക്കൊന്നും കടന്ന് നമ്മുടെ മനസ്സും ശരീരവും സമയവും ദിവസവും ഒന്നും കളയാൻ ഞാനൊന്നും മെനക്കെടാറില്ല. അങ്ങനെ കുറേ ആളുകൾ ചിലപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുമായിരിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ നമുക്കതൊന്നുമല്ല ആവശ്യം. നല്ല ഭരണം, ആ നല്ല ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ പിന്നിൽ വേറൊരു വിഷയവും കൂടെ ഉണ്ട്. കാര്യം പലവരും പിന്നെ പാർലമെൻറ്റിൽ ജയിച്ച് കയറിയ ആളുകൾ പോലും അത് കളഞ്ഞിട്ട് നിയമസഭയിൽ വന്ന് മന്ത്രിമാരാകണമെന്ന് കോട്ടിട്ട ആളുകളുമുണ്ട്. എന്നാൽ ചെറുപ്പക്കാർക്ക് കൊടുക്കാതിരിക്കാൻ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കോൺഗ്രസ്സിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക, ചെറുപ്പക്കാർക്ക് തന്നെ അവസരങ്ങൾ കൊടുക്കുക. ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ കണ്ടുപിടിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുക. പാർട്ടിക്ക് കളങ്കം വരാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. ആരെങ്കിലും കളഞ്ഞ് ആരെങ്കിലും നേടാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്, അത് പാളിപ്പോവും. എപ്പോഴും 10 പ്രാവശ്യം ചെയ്താൽ 1 പ്രാവശ്യം പിടിക്കുമെന്നുള്ളത് പോലെ പിടിച്ചിരിക്കും. അതിനൊരു അവസരം കൊടുക്കാതെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. നാളെ അധികാരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ.